മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ വന്നിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത് ഏതൊരു പുരോഗമന സമൂഹം സ്വപ്നം കാണുന്നതുമായ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനം എന്ന പദവിയിലേക്ക് കേരളം ഉയരുകയാണ്. വെറും കണക്കുകളിൽ നേട്ടത്തിനപ്പുറം കഴിക്കാൻ ഭക്ഷണമില്ലാത്ത, താമസിക്കാൻ വീടില്ലാത്ത, സൗജന്യ ചികിത്സ ലഭിക്കാത്ത ഒരാൾ പോലും ഈ കേരളത്തിലില്ല എന്ന് ഉറപ്പുവരുത്തുന്നതാണ് ഈ പ്രഖ്യാപനം എന്നാണ് മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് വിജിൻ വായാന്തോടുകൂടി ചേരുന്നുണ്ട്. ഷിജോ കുര്യൻ തുടരുക. വിജിൻ, ഇന്ന് നിയമസഭയിൽ ഇന്ന് പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർത്തിരിക്കുകയാണല്ലോ. എന്തൊക്കെയാണ് ഇന്നത്തെ അജണ്ട? ഈ പുതിയ പദ്ധതികളുടെ പ്രഖ്യാപനം ഉണ്ടാകുമോ? കഴിഞ്ഞ ദിവസം ക്ഷേമ പെൻഷൻ കൂട്ടുന്നത് അടക്കമുള്ള പ്രഖ്യാപനങ്ങൾ മുഖ്യമന്ത്രി നടത്തിയതുകൊണ്ട് തന്നെ ഇനി എന്താണ് നമ്മൾക്ക് നിയമസഭയിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടത്? നൗഫൽ, ജിൽസി, എന്തായാലും അതിദാരിദ്ര്യ മുക്ത പ്രഖ്യാപനം തന്നെയാണ് നിയമസഭയിൽ പ്രധാനമായും ഇന്ന് നടക്കുന്ന അജണ്ട എന്ന് പറയുന്നത്. ഒപ്പം തന്നെ മുഖ്യമന്ത്രി കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിന് ശേഷം പ്രഖ്യാപിച്ച പദ്ധതികൾ, ഒപ്പം തന്നെ ക്ഷേമ പെൻഷനുകൾ, വിവിധ മേഖലകളിൽ ക്ഷേമ പെൻഷനുകൾ വർദ്ധിപ്പിച്ചതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങൾ ഉൾപ്പെടെയാണ് ഇന്ന് നിയമസഭാ സമ്മേളനത്തിൽ നടക്കുക. വലിയ പ്രതിഷേധം ഒരുപക്ഷെ നിയമസഭാ സമ്മേളനത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇന്നലെ തന്നെ അനിൽകുമാർ ഈ കാര്യത്തിൽ ചട്ടം മറികടന്നാണ് നിയമസഭാ സമ്മേളനം ചേർന്നത് എന്ന് ചൂണ്ടിക്കാട്ടി സ്പീക്കർക്ക് കത്ത് നൽകിയിട്ടുണ്ട്. കാരണം അവധി ദിവസങ്ങളിലും ശനിയാഴ്ചയും ഈ നിയമസഭാ സമ്മേളനം ചേരണമെങ്കിൽ അതിൽ പ്രത്യേക ചട്ടപ്രകാരം അതിൽ തീരുമാനമെടുക്കണം, നിയമസഭയെ അറിയിക്കണം എന്നുള്ളതാണ് ചട്ടം എന്നുള്ളതാണ് UDF വ്യക്തമാക്കുന്നത്. ഇന്ന് 8 മണിക്ക് UDFിൻ്റെ പാർലമെന്ററി പാർട്ടി യോഗം നിയമസഭയ്ക്കകത്ത് പ്രതിപക്ഷ നേതാവിൻ്റെ ഓഫീസിൽ ചേരുന്നുണ്ട്. അതിലായിരിക്കും എന്ത് തരത്തിലുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളണം എന്ന കാര്യം ചർച്ച ചെയ്യുക. അതിനുശേഷമായിരിക്കും നിയമസഭാ സമ്മേളനത്തിൽ സ്വീകരിക്കേണ്ട നടപടികൾ എന്തൊക്കെ എന്ന കാര്യത്തിലുള്ള ഒരു തീരുമാനം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക. എന്തായാലും നിലവിൽ വലിയ പ്രഖ്യാപനങ്ങൾ സർക്കാർ നടത്തുന്നു. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അടുത്തിരിക്കെ അതൊരു വമ്പൻ പ്രഖ്യാപനമാണ്. ജനകീയ പ്രഖ്യാപനങ്ങൾ തന്നെയാണ്. ക്ഷേമ പെൻഷനുകൾ 1600 നിന്ന് 400 രൂപ വർദ്ധിപ്പിച്ച് 2000 രൂപയാക്കുന്നു. ഒപ്പം തന്നെ 35 വയസ്സ് മുതൽ 60 വയസ്സ് വരെ പ്രായമുള്ള സ്ത്രീകൾക്ക്, ദരിദ്രർ എന്ന് പറയാൻ കഴിയില്ല, പിന്നോക്കം നിൽക്കുന്ന സ്ത്രീകൾക്ക് 1000 രൂപ വീതം പെൻഷൻ നൽകുന്ന പദ്ധതി. ഒപ്പം തന്നെ നൈപുണ്യ വികസനവുമായി ബന്ധപ്പെട്ട് യുവാക്കൾക്ക്, വിദ്യാർത്ഥികൾക്ക് ഏകദേശം 1000 രൂപ വെച്ച് 35ഓളം ലക്ഷം യുവാക്കൾക്ക് 1000 രൂപ സ്കോളർഷിപ്പായി നൽകുന്ന പദ്ധതി. അങ്ങനെ വിവിധ പദ്ധതികളുണ്ട്. ഒപ്പം തന്നെ ആശാ വർക്കർമാരുടെ ഓണറേറിയം 1000 രൂപയായി വർദ്ധിപ്പിച്ചു. ഒപ്പം അംഗനവാടി വർക്കർമാരുടെയും അംഗനവാടി ഹെൽപ്പർമാരുടെയും ഒക്കെ വേതനം വർദ്ധിപ്പിക്കുന്നു. ഒപ്പം തന്നെ റബ്ബർ കൃഷിയുടെ താങ്ങുവില, റബ്ബറിൻ്റെ താങ്ങുവില അത് 180 നിന്ന് 200 രൂപയായി ഉയർത്തുന്നു. സർക്കാർ ജീവനക്കാരുടെ കുടിശ്ശിക DA 4% ഈ മാസം തന്നെ കൊടുത്തു തീർക്കാനുള്ള തീരുമാനം. അങ്ങനെ വിവിധ പ്രഖ്യാപനങ്ങളാണ് സർക്കാർ നടത്തിയിട്ടുള്ളത്. പക്ഷേ അപ്പോഴും ഉയരുന്ന ഒരു ചോദ്യമുണ്ട്, ഇതിനൊക്കെ എവിടെ നിന്ന് തുക കണ്ടെത്തും എന്നുള്ളതാണ്. ആ പ്രഖ്യാപനം ഉൾപ്പെടെ ധനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് നിയമസഭയിൽ ഉണ്ടാകും. വമ്പൻ പദ്ധതികളുടെ അധിക ചിലവുകൾ വെട്ടിക്കുറക്കുക എന്ന തീരുമാനത്തിലേക്കാകും ഉറപ്പായും സർക്കാർ പോവുക. അതിനർത്ഥം പല വകുപ്പുകൾക്കും ഉള്ള വിഹിതങ്ങളിൽ വെട്ടിക്കുറവ് ഉണ്ടാകും എന്ന് തന്നെയാണ്. ഈ പദ്ധതി എന്തായാലും തെരഞ്ഞെടുപ്പ് വരെ തുടരാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ മുഴുവൻ പ്രഖ്യാപനവും ഇന്ന് നിയമസഭയിൽ ഉണ്ടാകും. ഒരുപക്ഷെ പ്രതിപക്ഷം രാവിലെ നിയമസഭ ബഹിഷ്കരിക്കാനോ അല്ലെങ്കിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധം നിയമസഭയ്ക്ക് അകത്ത് ഉയർത്താനോ ഉള്ള തീരുമാനമായിരിക്കും 8 മണിക്ക് ചേരുന്ന പാർലമെന്ററി പാർട്ടി യോഗത്തിൽ സ്വീകരിക്കുക. ശരി, വിജിൻ വായന്തോടൊപ്പം തന്നെ ഷിജോ കുര്യനുമാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും